എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൃതീയ ഏകകം കുട്മളം. കുട്മളം എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ട് എന്നാണ് അർത്ഥം വരിക. ആദ്യം നമുക്ക് ആമുഖം നോക്കാം. പല്ലവൈഹി തളിരുകളാലും പത്രൈഹി ഇലകളാലും വർദ്ധമാനെ വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്കൃത പാദവേ സംസ്കൃത വൃക്ഷത്തിൽ അതിനുശേഷം കുട്മളം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ ജായതേ ഉണ്ടാകുന്നു. സംസ്കൃത ഭാഷയും സാഹിത്യവും കുട്മളം എന്നു പേരുള്ളതായ അസ്മിൻ ഏകകേ ഈ ഏകകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആര്യഭട്ടന്റെ യോഗദാനം അധികൃത്യ സംഭാവനയെക്കുറിച്ച് വിവരണാത്മക എന്ന് പറഞ്ഞാൽ ആര്യഭട്ടന്റെ സംഭാവനയെക്കുറിച്ചുള്ള വിവരണമാണ് മയൂരശിഖ എന്ന് പറയുന്ന പാഠത്തിൽ ഉള്ളത്. സൗന്ദരാനന്ദ കാവ്യാത്. അടുത്തത് ഏതാണ്? സൗന്ദരാനന്ദം എന്ന് പറയുന്ന കാവ്യത്തിൽ നിന്ന് സമകലിത എടുത്തിട്ടുള്ള കശ്ചിത് അംശയുക്ത കുറച്ചു ഭാഗങ്ങളോട് കൂടിയ നിയമ്യതാം സ്വയം ഇതി പാഠഃ. നിയമ്യതാം സ്വയം എന്ന് പറയുന്ന പാഠവും തഥനു അതിനുശേഷം ഗച്ഛാമോ വയം എന്നുള്ള ഇതി യാത്രാവിവരണം എന്നുള്ള ഒരു യാത്രാവിവരണവും സന്ധി ഉണ്ട്. സംസ്കൃത വാഗ്മയ പരാവരം സംസ്കൃതമാകുന്ന വാഗ്മയ സമുദ്രത്തിൽ പ്രവേഷ്ടും. അതാണ് സംസ്കൃത വാഗ്മയ പാരാവാരം എന്ന് പറയുന്നത്. സംസ്കൃതമാകുന്ന വാഗ്മയ സമുദ്രത്തിൽ പ്രവേശിക്കുന്നതിന് ബഹുപകാരകം ഇതം ഏകകം. വളരെയധികം, ബഹു എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം ഉപകാരപ്രദമാണ് ഇതം ഏകകം, ഈ ഏകകം. ഇനി ഷഷ്ടഃ പാഠഃ മയൂരശിഖ. 6ാമത്തെ പാഠമാണ് മയൂരശിഖ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠപ്രവേശ എന്നുള്ളത് നോക്കാം. പാഠത്തിലേക്ക് പ്രവേശിക്കാം. പൂർവ അസ്മിൻ പാഠേ മുൻ പാഠത്തിൽ ആധുനിക സാങ്കേത ഉപയുജ്യ നൂതന. ആധുനിക എന്ന് പറഞ്ഞാൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രേഷിതം സന്ദേശം അയക്കുന്നത് വയം ദൃഷ്ടവന്തഃ നാം കണ്ടു കഴിഞ്ഞു. നാം ദൃഷ്ടവന്തഃ കണ്ടു കഴിഞ്ഞു. ഏതാദൃശാനാം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രേക്ഷണെ അയക്കുന്നതിന് ഉപഗ്രഹത്തിൻ്റെ സഹായം എന്താണ്? അത്യാവശ്യം ആണ്. തർഹി അങ്ങനെയാണെങ്കിൽ ഭാരതരാഷ്ട്രം ഇതം പ്രഥമതയ ആദ്യമായി
വിക്ഷിപ്തഃ വിക്ഷേപിച്ച ഉപഗ്രഹം കഹ ഏതാണ്? ആര്യഭട്ടഃ ഏവ കില. ആര്യഭട്ടൻ തന്നെയല്ലേ എന്നാണ് ചോദ്യം. ആര്യഭട്ടൻ തന്നെയല്ലേ? അപ്പം ഭാരതരാഷ്ട്രം ആദ്യം വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആര്യഭട്ടഃ. ഭാരതസ്യ പ്രസിദ്ധസ്യ ജ്യോതിശാസ്ത്രകാരസ്യ എന്താണ് പറയുന്നത്? ഭാരതത്തിലെ പ്രസിദ്ധനായ ജ്യോതിശാസ്ത്രകാരനായ ആര്യഭട്ടൻ്റെ സ്മരണാർത്ഥം തന്നാമം ദത്തം, ആ പേര് നൽകി. ഇതാനീം ഇപ്പോൾ ആര്യഭടനെയും തസ്യ യോഗദാനം, അദ്ദേഹത്തിൻ്റെ സംഭാവനയും കുറിച്ച് അധികൃത്യ, അതിനെക്കുറിച്ച് കിഞ്ചിത്, കുറച്ച് പഠാമഹ, പഠിക്കാം. അപ്പം ആമുഖം നോക്കൂ. ആര്യഭടൻ, ബ്രഹ്മഗുപ്ത, മഹാവീര, ഭാസ്കരാചാര്യ, വരാഹമിഹിര, ശ്രീപതി പ്രഭൃതയഃ ഗണിതശാസ്ത്രേ ജ്യോതിശാസ്ത്രേ. എന്താണ് പറയുന്നത്? ആര്യഭടൻ, ബ്രഹ്മഗുപ്തൻ, മഹാവീരൻ, ഭാസ്കരാചാര്യൻ, വരാഹമിഹിരൻ, ശ്രീപതി തുടങ്ങിയ പ്രഭൃതയഃ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ഗണിതശാസ്ത്രേ എന്ന് പറഞ്ഞാൽ ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും വിസ്തൃതാഹ പേരുകേട്ട ഭാരതീയര് സഖ്യാവന്തഃ ഭവന്തി, ധാരാളമുണ്ട്. ഭാരതീയ ഗണിതശാസ്ത്രത്തിനും തത്വാര എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവഴി ലോകഗണിതശാസ്ത്രത്തിനും കേരളീയരും അമൂല്യങ്ങളായ യോഗദാനാഭി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരളീയ ഗണിതശാസ്ത്രകാരന്മാരിൽ അതിപ്രസിദ്ധാഹ ഭവന്തി, വളരെ പ്രസിദ്ധരായവരാണ്. ആരൊക്കെയാണ്? സംഗമ ഗ്രാമമാധവഃ, നീലകണ്ഠ സോമയാജി, പുതുമന ചോമാതിരി, ഹരിദത്തഃ, വടശ്ശേരി പരമേശ്വര പ്രഭൃതയഃ തുടങ്ങിയവർ. അപ്പം കേരളീയ ഗണിതശാസ്ത്രകാരന്മാരിൽ വളരെയധികം പ്രസിദ്ധരായവരാണ് സംഗമഗ്രാമമാധവർ, നീലകണ്ഠ സോമയാജി, പുതുമന ചോമാതിരി, ഹരിദത്തൻ, വടശ്ശേരി പരമേശ്വരൻ തുടങ്ങിയവർ. ശൂന്യസ്യ ആവിഷ്കാരേണ, പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് അംഗഗണിതത്തിലും ബീജഗണിതത്തിലും ക്ഷേത്രഗണിതത്തിലും ത്രികോണമിതിയിലും കലനത്തിലും ഭാരതത്തിൻ്റെ പേര് ഉല്ലിഖിതം. ഈ ആചാര്യന്മാരാൽ ഉല്ലിഖിതം എഴുതപ്പെട്ടു. ഇനി ആര്യഭടനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഭാരതത്തിലെ വിശ്വവിഖ്യാത ലോകപ്രസിദ്ധനായ ഗണിതശാസ്ത്ര വിദഗ്ധനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ആര്യഭടൻ. ഇപ്പം ഭാരതത്തിലെ ലോകപ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞനും അല്ലെങ്കിൽ ഗണിതശാസ്ത്ര വിദഗ്ധനും
ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ആര്യഭടൻ. അപ്പം അദ്ദേഹം ഏതു വർഷമാണ് ജനിച്ചത്? തമേ വർഷേ 476 സിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഭൂജാതഃ ഇതി ശ്രൂയതേ എന്ന് കേൾക്കുന്നു, ജനിച്ചത് എന്ന് കേൾക്കുന്നു. തസ്യ പിതരൗ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ജ്ഞാനം, ആരാണ് എന്നുള്ള ജ്ഞാനം, ഇതഃ പര്യന്തം ന ലബ്ധം, ഇതുവരെ എന്ത് അറിഞ്ഞിട്ടില്ല, ഇതുവരെ ലഭിച്ചിട്ടില്ല. ന ലബ്ധം എന്ന് പറഞ്ഞാൽ ആരാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ എന്നുള്ള അറിവ് ഇതുവരെ ലബ്ധം ന ലബ്ധം എന്നാണ് പറഞ്ഞത്, ലഭിച്ചിട്ടില്ല. സ്വസ്യ, അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ 23-ാമത്തെ വയസ്സിൽ തേന ആര്യഭടീയം വിരചിതം, ആര്യഭടീയം രചിച്ചു. കുസുമപുരേ ഉഷിത്വ, കുസുമപുരേ എവിടെയാണ്? കുസുമപുരത്തിൽ, കുസുമപുരേ ഉഷിത്വ അവിടെ താമസിച്ചിട്ടാണ് ആര്യഭടീയം, കുസുമപുരേ ഉഷിത്വ കുസുമപുരത്തിൽ താമസിച്ചിട്ടാണ് സഹ അദ്ദേഹം ആര്യഭടീയം രചിച്ചത്, ആര്യഭടീയം രചിച്ചു എന്ന് പ്രശസ്തനായ പാരസിക ചിന്തകഃ പേർഷ്യൻ ചിന്തകൻ അൽബറൂനി അവദദ്, അൽബറൂനി എന്താണ് അവദദ് അഭിപ്രായപ്പെടുന്നു. ആര്യഭടൻ നലന്ദ വിശ്വവിദ്യാലയത്തിൻ്റെ കുലപതി ആസിദ്, കുലപതി ആയിരുന്നു എന്ന് ആരാണ് പറയുന്നത്? ടി.ജി. ആപ്തെ അഭിപ്രായപ്പെടുന്നു. അടുത്തത് ജ്യോതിശാസ്ത്രേന സഹ, ജ്യോതിശാസ്ത്രത്തോടൊപ്പം ഗണിതശാസ്ത്രത്തിലും ജ്യാമിതീയ സിദ്ധാന്തത്തിലും ബീജഗണിത സിദ്ധാന്തത്തിലും ശാസ്ത്രസ്യ അദ്ദേഹം എന്താണ്? മാർഗദർശകനായിരുന്നു. അപ്പം എന്താണ് പറയുന്നത്? അദ്ദേഹം ജ്യോതിശാസ്ത്രത്തോടൊപ്പം ഗണിതശാസ്ത്രത്തിലും ജ്യാമിതീയ സിദ്ധാന്തത്തിലും ബീജഗണിത സിദ്ധാന്തത്തിലും അദ്ദേഹം ആരായിരുന്നു? മാർഗദർശകനായിരുന്നു, വഴികാട്ടിയായിരുന്നു. അതുകൊണ്ട് ഏതു വർഷം അത്? 1975 ഏപ്രിൽ എത്രാം തീയതിയാണ്? 19-ന് വിക്ഷേപിച്ച ഉപഗ്രഹത്തിന് ആര്യഭട്ട ഇതി നാമാ ദത്വ, ആര്യഭട്ട എന്നുള്ള പേര് നൽകി. ദത്ത് ഭാരത സർവകാരേണ ഏതേ സമാദൃത, ഭാരത സർക്കാരിനാൽ ഇതെല്ലാം ആദരിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു. ആര്യഭടസ്യ യോഗാദാനേന, ആര്യഭടൻ്റെ സംഭാവന, സംഭാവന വിന കൂടാതെ ഭാരതീയ ഗണിതശാസ്ത്രത്തെയും ജ്യോതിശാസ്ത്രത്തെയും ച വിചിന്തനം ചിന്തിക്കുവാനായിട്ട് കർത്തും ന ശക്യത നമുക്ക് കഴിയില്ല. അപ്പോൾ ആര്യഭടൻ്റെ സംഭാവന കൂടാതെ ഭാരതീയ ഗണിതശാസ്ത്രത്തെയും ജ്യോതിശാസ്ത്രത്തെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ല. ഇത് ചിന്തകാഹ വദന്തി എന്ന് ചിന്തകർ പറയുന്നു. ആര്യഭടീയത്തിനെ കുറിച്ച് പറയാം. ആര്യഭടീയം ഇത്യേകസ്യ ഗ്രന്ഥസ്യ രചനയ, ആര്യഭടീയം എന്ന ഏകസ്യ ഗ്രന്ഥസ്യ ഒരേ ഒരു ഗ്രന്ഥത്തിൻ്റെ രചന കൊണ്ട് സഹ അദ്ദേഹം ആര്യഭടൻ ജ്യോതിശാസ്ത്രായ ഗണിതശാസ്ത്രായ ച അമൂല്യം യോഗാദാനം
പ്രായച്ഛത്. ജ്യോതിശാസ്ത്രത്തിലും അതേപോലെ തന്നെ ഗണിതശാസ്ത്രത്തിലും അമൂല്യങ്ങളായ സംഭാവനകൾ പ്രായച്ഛത് നൽകി എന്നാണ് പറയുന്നത്. ഗ്രന്ഥോ അയം ഗ്രന്ഥ, ഈ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത്? ഖഗോളശാസ്ത്രേഷു ശാസ്ത്രത്തിൻ്റെ മയൂരശിഖ, അതാണ് ഗോളശാസ്ത്രത്തിൻ്റെ മയൂരശിഖ എന്ന് പറയുന്നത് എന്താ? മയിലിൻ്റെ തലയിൽ കാണപ്പെടുന്ന ശിഖയാണ് നമ്മൾ മയൂരശിഖ എന്ന് പറയുന്നത്. എന്ന പോലെ ശോഭിക്കുന്നു, ആഭാതി, ശോഭിക്കുന്നു. ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ഗോളശാസ്ത്രത്തിൻ്റെ മയൂരശിഖ എന്ന പോലെ ശോഭിക്കുന്നു. ആര്യഭടീയത്തിൽ ചത്വാര ഭാഗാഹ സന്ധി, 4 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്? ഗീതികപാദ, ഗണിതപാദ, കാലക്രിയാപാദ, ഗോളപാദ. അങ്ങനെ 4 പാദങ്ങളുണ്ട്. ചതുഷു പാദേഷു 1 ഉത്തരശതം കാരിക വർത്തന്തേ. എത്ര കാരികകൾ ഉണ്ട് എന്നാണ് പറയുന്നത്? 4 പാദങ്ങളിൽ 121 കാരികകൾ ഉണ്ട്. അപ്പം 4 പാദങ്ങളിലും 121 കാരികകളുണ്ട്. ത്രയോദശ ശ്ലോകയുക്തേ, എത്ര? 13 ശ്ലോകത്തോടു കൂടിയ ഗീതികാപാദത്തിൽ വിവിധാനി മാനാനി, പലതരത്തിലുള്ള മാനങ്ങൾ, അളവുകൾ പ്രതിപാദിക്കുന്നു. അപ്പം അത് പറയുന്നുണ്ട്. യോജന, ഹസ്ത, അങ്കുല എന്നിങ്ങനെ. 330 ശ്ലോകസഹിതേ, എത്ര ശ്ലോകങ്ങളുണ്ട്? 33 ശ്ലോകങ്ങളോട് കൂടിയതാണ് ഗണിതപാദ. ആ ഗണിതപാദത്തിൽ ജാമിതീയ രൂപാന, ജോമെട്രിയിലുള്ള, ഇതിൽ ക്ഷേത്രഗണിതത്തിൽ വിസ്തീർണം, ശങ്കുച്ഛായ, നിഴലളവുകൾ ഇത്യാദയ തുടങ്ങിയവയെക്കുറിച്ച് വിസ്തരിക്കുന്നുണ്ട്. അടുത്തത് 25 ശ്ലോകയുക്തേ, 25 ശ്ലോകങ്ങളോട് കൂടിയതാണ് 25 ശ്ലോകയുക്ത, 25 ശ്ലോകങ്ങളോട് കൂടിയ കാലക്രിയാപാദത്തിൽ ഏതൊക്കെ പറയുന്നു? കാലചക്രം, ശൗരവർഷം, ചന്ദ്രമാസം, നക്ഷത്രദിനങ്ങൾ, ചാന്ദ്രദിനം തുടങ്ങിയവയെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 50 എത്രയാണ്? 50 ശ്ലോകങ്ങളോട് കൂടിയ, ശ്ലോകസഹിതേ 50 ശ്ലോകങ്ങളോട് കൂടിയ ഗോളപാദത്തിൽ ഖഗോളശാസ്ത്രം, ജ്യോതിശാസ്ത്രങ്ങളെ കുറിച്ചിട്ടും പ്രതിപാദിക്കുന്നു. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സഞ്ചാരമാർഗങ്ങളെക്കുറിച്ചും തത്ര പ്രസ്തൗതി ആചാര്യ, എന്താണ് അവിടെ പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആര്യഭടീയം ഏകേനൈവ ഗ്രന്ഥേന, എന്താണ് പറയുന്നത്? ആര്യഭടീയം എന്ന ഒരേ ഒരു ഗ്രന്ഥം കൊണ്ട് തന്നെ ജ്യോതിശാസ്ത്ര നഭസിലും അപ്രകാരം തന്നെ, തഥാ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രകാരം തന്നെ ഗണിതശാസ്ത്ര മണ്ഡലത്തിലും ദേദീപ്യമാനഃ, ശോഭിക്കുന്നവനായ ആര്യഭടൻ, അത് എത്ര വർഷം? 550 തമേ സാമാന്യാബ്ധേ, ഈ വർഷത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം? പഞ്ചത്വം ഗതഃ, അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക്
പദച്ഛേദം നോക്കാം. ചാന്ദ്രഗവേഷണ പദ്ധതിരേവ, ചാന്ദ്രഗവേഷണ പദ്ധതി ഏവ, തന്നാമ തത് നാമ ഇത്യാദയഃ ഇതി ആദയഃ കേരളസ്യാപി കേരളസ്യ അഭി ആദൃതോ അയം ആദൃതഃ അയം ഇത്യേകസ്യ ഇതി ഏകസ്യ ഏകേനൈവ ഏകേന ഏവ. ഇനി വിഗ്രഹം നോക്കൂ. കേരളീയ ഗണിതശാസ്ത്രകാരാः കേരളീയാः ച അമി ഗണിതശാസ്ത്രകാരാः ച ഭൂജാതഃ ഭുവി ജാതഃ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കണേ. എല്ലാ വിഗ്രഹവാക്യങ്ങളും എല്ലാ പദച്ഛേദവാക്യങ്ങളും പഠിച്ചു വയ്ക്കണം. കാലചക്രം കാല ഏവ ചക്രം. സൗരവർഷം സൗരം ച തത് വർഷം ച സൗരവർഷം. ചാന്ദ്രമാസഃ ചാന്ദ്രസ്യ അയം ചാന്ദ്രഃ ചാന്ദ്രഃ ച അസോ മാസഃ ച. സഞ്ചാരമാർഗം സഞ്ചാരസ്യ മാർഗഃ തം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ 6. അപ്പം നല്ലോണം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ജനുവരി 2 തൊട്ടിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെ കേരള സിലബസിലുള്ള കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.